ഗുഡ് മോർണിംഗ്. ഇന്ന് ബസ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിലും ഹർത്താലുള്ള പോലെയാണ്. അപ്പോൾ ഇന്ന് കാലത്ത് ഞാൻ ഇപ്പോൾ റോഡ് വരെ പോയി കടകൾ തുറന്നിട്ട് നോക്കി. അപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിലുള്ള ഒരു കട, അതായത് അടുത്തുള്ള ഒരു കട തുറന്നിട്ടുണ്ട്. സൈഡ് കൂടെയൊക്കെ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ അവരെടുത്ത് തരും. പക്ഷെ അത്ര പബ്ലിസിറ്റി അല്ല. അപ്പോൾ ഇന്നിപ്പോൾ ഹർത്താലായിട്ട് എന്താ അവിടുത്തെ പരിപാടികൾ? ജോലിയൊന്നും ഇല്ലല്ലോ, പണിക്ക് പോകണവരൊക്കെ ഇന്ന് എല്ലാവരും ലീവായിരിക്കുമല്ലോ. ബൈക്കിൽ പോകാൻ പറ്റുന്നവർക്ക് മാത്രം പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇന്ന് ഓട്ടോറിക്ഷകളൊക്കെ ഓടുന്നത് കണ്ടു കിട്ടാ. ഇനിയിപ്പോൾ അത് ശരിയാണോ എന്നുള്ളത് അറിയില്ല. പിന്നെ അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ ഇന്ന് യൂസ് ചെയ്യാന്നുള്ള ഒരു നിയമമൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ എന്താ, ദൃശ്യ ഉണ്ണിവാവനെ കൂടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ കാലത്ത് ഇപ്പോൾ പുറത്തേക്കൊന്ന് ഇറങ്ങി ആ കടവരെയൊക്കെ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് പേപ്പറൊക്കെ വായിക്കാൻ പോകാറുണ്ട് ഞാനപ്പോൾ. അങ്ങനെ ഒന്ന് കാലത്ത് പോയി വന്നതാട്ടോ. അപ്പോൾ നമ്മുടെ ദൃശ്യമോളും ഉണ്ണിതായിരിക്കുന്നു. ദൃശ്യ, ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ കുളിപ്പിച്ച് കണ്ണെഴുതി പൊട്ട് തൊട്ടിട്ട് ഉറങ്ങാനുള്ള സെറ്റപ്പാണ്. ഇന്നെന്താ സ്പെഷ്യല്? എന്ത് സ്പെഷ്യൽ? ഇന്നാകെ ഒരു മൂകത പോലെ അല്ലേ? കടകളില്ലാണ്ടായപ്പോ തന്നെ ഒന്ന് മൂകതയായി. ഒരു മിനിറ്റ്. ഗുഡ് മോർണിംഗ് പറയും. എന്താ പരിപാടി? മുന്തിരി ഇതാ നമ്മുടെ മറ്റേ ഈത്തപ്പഴത്തിന്റെ പച്ച, ഇതിന്റെ പേരെന്താ പറഞ്ഞു, അത് ഞാൻ മറന്നു. അപ്പൊ ഫ്രൂട്ട്സ് ഈത്തപ്പഴം, അതിന് വേറെ എന്തൊരു പേര് പറഞ്ഞു. പിന്നെ ദിയമോളിതാ ഇത് കഴുകി എടുക്കാനുള്ള ഒരു പരിപാടി തന്നെയാണോ ഫ്രൂട്ട്സ്? എന്താ പരിപാടി? ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലല്ലോ, പറയൂ, വിശേഷങ്ങൾ പറയും. അത് കാരണം ഞാൻ രാവിലെ എണീറ്റിട്ട് കൊറേ നേരം ഉണ്ണീനെ ഉറക്കി. എന്നിട്ട് ഞാൻ വള്ളിയൊക്കെ ഞാൻ തന്നെ ഒതുക്കി വെച്ചു. ഒതുക്കി വെച്ചിട്ട് എന്താ 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 മറ്റേ എന്താ മറ്റേ എന്നിട്ട് ആ കട്ടയിൽ വിരിച്ചിട്ടുള്ള പതുക്കുകളൊക്കെ ഞാൻ മടക്കി വെച്ചിട്ട് ഉണ്ണിയുടെ ഡ്രസ്സുകൾ അതൊക്കെ ഞാൻ മടക്കി വെച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പല്ല് തേച്ചിട്ട് വിശക്കുമ്പോ ഞാൻ ചായ പിടിച്ചെടുത്തിട്ട് അച്ഛൻ വന്നപ്പോ മുന്തിരി പൊട്ടിച്ചിട്ട് കഴുകാനാ. ഇന്നൊരു സംഭവം ഉണ്ടായി. ദിയമോള് കാലത്ത് ഉറങ്ങിച്ചു, പിന്നെ കാണാനില്ല. എന്നിട്ട് ദിയ എന്നെ വിളിച്ചു ഫോണില്. വിളിച്ചപ്പോഴാണ് ഞാൻ കൂടെ വന്നത്. അപ്പൊ മുന്തിരി എനിക്കല്ലേ കഴുകാൻ പോണതാണ്. അപ്പൊ ഉന്നക്ക് കുഞ്ഞുടുപ്പുകൾ കുറെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ പൗഡറൊക്കെ, ഈ പൗഡറൊക്കെ നല്ല വിലയില്ലേ? ബേബി പൗഡർ, ഹിമാലയയുടെ പൗഡറുകൾക്കൊക്കെ ഇപ്പൊ നല്ല വില കേട്ടോ. കുട്ടികളുടെ സാധനങ്ങൾക്കാണ് ഇപ്പൊ ശരിക്കും ഭയങ്കരമായിട്ട് വില വരുന്നത്. അപ്പൊ അതൊക്കെ ഞങ്ങക്ക് ഇപ്പം പൗഡറൊക്കെ എത്ര ഡപ്പ പൗഡർ ഉണ്ടാവും ഇപ്പൊ ഇവിടെ? 6-7 ഉണ്ടാവും. 6-7 ഡപ്പ പൗഡർ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുഞ്ഞുടുപ്പുകൾ കുറെ കിട്ടിയിട്ടുണ്ടല്ലേ? ശരിക്കും നമ്മുടെ ഉണ്ണിക്ക് ഇനിയിപ്പോ എന്താ വേണ്ടത്? അതായത് ഇപ്പൊ അർജന്റായിട്ട് നമുക്ക് എന്താ തോന്നുന്നു? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇപ്പൊ കൂടുതൽ ഇപ്പൊ അപ്പിത്തുണിയാണ് കൂടുതൽ വേണ്ടത് അല്ലേ? ഹായ്, താങ്ക് യു. അമ്മയ്ക്കോട്. അപ്പം മുന്തിരി കുറച്ച് ഇന്നലെ തന്നെ ഞാൻ കുറച്ച് മാങ്ങ, മുന്തിരി, ഈത്തപ്പഴമൊക്കെ ആയിട്ട് കൊണ്ടുവന്നു വിട്ടാം. കാരണം ഇന്നിപ്പം കടകൾ തുറക്കില്ല എന്നുള്ളത് അറിഞ്ഞപ്പോൾ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോകണം. അപ്പം ഇന്നെന്താ ദൃശ്യം വയ്ക്കണം നമ്മള്? എന്താ വയ്ക്കണേ? അവർക്ക് പറയുന്നത് കേൾക്കില്ല. എന്താ വയ്ക്കണേ? ഗോതമ്പ് പൊടി ഉണ്ട്. എന്താ ഉണ്ടാക്കണത് പറയും? അല്ല, ഇന്നലെ ഇപ്പോൾ ഗോതമ്പ് ദോശ, കാലത്ത് ദോശയല്ല ഉണ്ടാക്കിയത്. ഇന്നലെ കാലത്ത് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ടാ. ഇന്നിപ്പോൾ എന്താണെന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുക. ചോറായിട്ടുണ്ട്, ചോറൊക്കെ വെച്ചു. കറിനെന്താ? കടലിന് കറിയൊന്നും വെച്ചിട്ടില്ലല്ലോ. കറി തീരുമാനമായിട്ടില്ല. കറി ചെറുപയർ ഇരിക്കുന്നുണ്ട്, കടല ഇരിക്കുന്നുണ്ട്, പരിപ്പ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുരിങ്ങയുടെ ഇല കറി വെച്ചാലോ? കുറേ ദിവസമായി മുരിങ്ങയുടെ ഇല വെച്ചിട്ട്. അപ്പോൾ ഇന്ന് കുറച്ച് മുരിങ്ങയുടെ ഇല കറി വെക്കാനാട്ടോ. മുരിങ്ങയുടെ ഇല ഇഷ്ടമാണോ ദീജി?
ആരെങ്കിലും വിളിച്ചാ കൂട്ടുകാരികള് ദിയ എന്ന സ്കൂളല്ലാടേ നീ എന്താടി ഇതിനെ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു പോയിട്ടില്ല. അതെയോ? പിന്നെ പിന്നെ ഇവളുടെ കൂട്ടുകാരിക്ക് യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. അത് ഞങ്ങൾക്ക് ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞത് ദൃശ്യമോൾ. എൻ്റെ ചാനലിൻ്റെ പേരെന്തത്? അമ്മൂസും അച്ചൂസും കേട്ടോ. അത് എന്റെ കൂട്ടുകാരിയുടെ അവളുടെ ഉണ്ണിയുടെയും പേരാ അമ്മൂസ് അച്ചൂസും വീട്ടിൽ പഠിക്കണത്. അതല്ല കൂട്ടുകാർ ശരിക്കുള്ള പേരെന്താ? എന്താ ക്ലാസ്സിൽ പഠിക്കണ്ടേ ശാഷ സേബു. പിന്നെ ഉണ്ണിയുടെ പേരെന്തായിരുന്നു? ഇങ്ങോട്ട് പാടി ഇവിടെ ഇരിക്കും. ഇങ്ങോട്ട് വാ. ദിശനെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടോ? ദിശനെ കാണാമല്ലോ. ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കും. തൊത്ത് പിടിയിരിക്കും. പറയും വിശേഷങ്ങൾ പറയാം. ലൈവ് പോലെ നമുക്ക് വിശേഷങ്ങൾ പറയാം വീഡിയോ. പറയടേ. പറയും. ഉണ്ണിവാവനെ കാണാത്തവർക്കൊക്കെ ഒന്ന് കാണാം. ഞങ്ങളിപ്പോൾ ഇത്ര ദിവസമായപ്പോഴല്ല ശരിക്കും ഉണ്ണിവാവനൊന്ന് കാണിച്ചു കൊടുക്കണത്. നമ്മൾ കൂടുതൽ ഉണ്ണീനെ കാണിക്കാത്തതിൻ്റെ കാരണം അതെല്ലാവർക്കും അറിയാലോ, ചെറിയ ഉണ്ണിയല്ലേ. നമ്മളിപ്പോൾ തന്നെ അങ്ങനെ കാണിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ നമ്മുടെ അടുത്ത് കാരണന്മാരൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ കുറച്ച് അനുസരിക്കേണ്ട. അവർ നമ്മുടെ വീഡിയോ ഒക്കെ എപ്പോഴും കാണുക. തൊത്ത് പറയടാ, എന്തെങ്കിലും കാര്യങ്ങൾ പറയും. സുഖാണോ? വെയിലുദിക്കണ്ടല്ലേ? നേരത്തെ തിരുമ്പി. സുഖാണോ എല്ലാവർക്കും? ലൈവ് പോലെ ഉണ്ടല്ലേ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ. ഇന്നിപ്പോൾ ഒരുവിധം ചിലർക്കൊക്കെ ഒഴിവ് തന്നെ ആയിരിക്കും കേട്ടോ. ഇന്ന് ഒഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നിപ്പോൾ വണ്ടി സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ കടകളില്ലല്ലോ. അപ്പോൾ സ്റ്റാഫ് കടയിലൊക്കെ പോണ ജോലിക്കാർക്കൊക്കെ ഒന്ന് ലീവായിരിക്കും. കടകളൊന്നും ഉണ്ടാവില്ല. പിന്നെ സ്ഥാപനങ്ങളില്ല. ഇന്ന് മിക്കതും എല്ലാവർക്കും ഒഴിവ് തന്നെ ആയിരിക്കും. അപൂർവം ഉണ്ടാവുള്ളൂ ജോലി. ഗവൺമെൻറ് ജോലിക്കാർക്ക് ചിലപ്പോൾ ഉണ്ടാവും. അതായത് ഈ KSRTC ഡിപ്പോയിൽ വർക്ക് ചെയ്യുന്ന അങ്ങനെ സ്റ്റേഷൻസ് പരിധിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടാവും. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ എങ്ങനത്തെ ഉള്ളവരാന്ന് നമുക്കറിയില്ല. പിന്നെ ഞങ്ങൾക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നുണ്ട്. അതൊന്നും നമ്മൾ വില വയ്ക്കണില്ല കേട്ടോ. ഒരു സ്ഥിരമായിട്ടൊരു ചേട്ടൻ നമ്മളെ അങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആള് ഫോളോ ചെയ്യണ്ടെങ്കിൽ ആള് നമ്മളെ സബ്സ്ക്രൈബറാണ്. ആള് നമ്മളെന്തൊക്കെ പറഞ്ഞാലും കൂടിയിട്ട് അറിയും. ഇവിടെ എന്തുണ്ടായാലും ആളറിയും. പിന്നെ ഇന്നലെ ഒരു എന്താ ജിഷ ഉഷയല്ല നിഷയല്ല ജിഷ എന്ന് പറഞ്ഞ ഒരു ആൻറ്റി പറഞ്ഞു, നിങ്ങൾക്ക് വേറെ പണിയില്ലേന്ന്. ഞങ്ങൾക്ക് ഇപ്പോൾ പണിയൊന്നുമില്ല ചേച്ചി, സത്യം പറയാം. ഇപ്പോൾ പണിയില്ല, മഴയാണ്, ഉള്ളവർക്ക് തന്നെ പണിയില്ല. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്ക് മാത്രമല്ല അറിയുള്ളൂ. ജിഷേജിക്ക് പിന്നെ അത് മനസ്സിലായില്ലോ. അതിന് ഏറ്റവും വലിയ കാര്യമല്ലേ. ജിഷേജിക്ക് അത് മനസ്സിലായി. ജിഷേജിക്ക് മനസ്സിലായില്ലോ നമ്മുടെ ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് പണിയില്ലേന്ന് ചോദിച്ചത്. ചിലപ്പോൾ വിശേഷം ചോദിച്ചാൽ പോകരുത്, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ. അതല്ല അല്ലേ. അപ്പം എനിക്ക് അങ്ങനെ ചോദിച്ച പോലെ തോന്നിയത്. എന്തായാലും വേണ്ടില്ല, 3 വട്ടം ഐ ലവ് യു. എന്താന്ന് അവിടെ സ്പെഷ്യലൊക്കെ? ചായ കടികളൊക്കെ എന്താ വെച്ചൊന്ന് കമന്റ് അടിക്കട്ടോ. എന്തൊക്കെയാ അവിടെ സ്പെഷ്യലുകൾ? ഇന്ന് ഹർത്താലായതുകൊണ്ട് കുറച്ച് വെയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് തുണികളൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ അന്തരീക്ഷം ഇപ്പോൾ മാറുമെന്ന് അറിയില്ല. അപ്പം അങ്ങനെ ഉണ്ണിവാവ ജനിച്ച് നോക്കിയപ്പോൾ ഇത്രയും ദിവസമായിരിക്കുകയാണ്. ഇനി നമ്മൾ പതുക്കെ ഓരോ സ്റ്റെപ്പുകളായിട്ട് നമ്മുടെ പരിപാടികളിലേക്ക് കടക്കാനുള്ള ഓരോ സെക്ഷനായിട്ടുണ്ട്. കപ്പലണ്ടി കട കണ്ടിന്യൂ ചെയ്യണോ അതോ പാനിപൂരി മസാലപൂരിയുടെ സ്റ്റാൾ ഇടണോ? അതൊക്കെ നമ്മൾ എല്ലാ കൊല്ലം സീസൺ കഴിഞ്ഞാൽ ഈ ഓഫ് സീസണിൽ നമ്മൾ ചെയ്യണ ഈ ടൈമിലൊക്കെ നമ്മുടെ കടകളുണ്ടാവും. ചായക്കടയുണ്ട്, പാനിപൂരിയുടെ കടയുണ്ട്, മസാലപൂരിയുടെ കടയുണ്ട്. അപ്പോൾ ഇതിപ്രാവശ്യം പിന്നെ പ്രസവം കഴിഞ്ഞ കാരണം നമ്മൾ ഈ സീസൺ, അതായത് ഈ വർഷം ഉത്സവങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. നേരെ അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ. ഇപ്പോൾ ഉണ്ണിക്ക് ഇപ്പോൾ എത്ര ദിവസമായി,
അപ്പം ദൃശ്യം ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ദൃശ്യം സ്വയം ചെയ്തു തുടങ്ങിയിട്ട് ഇവിടെ ക്ലീനിങ്, അതായത് അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് അവൾ ചെയ്യാൻ തുടങ്ങി. ചോറ് വയ്ക്കൽ, കറി വയ്ക്കൽ, നമുക്കിപ്പോൾ വീഡിയോ ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ കഴിയുമല്ലോ. നമ്മുടെ വീട്ടിലെ സാഹചര്യത്തിനനുസരിച്ച് ഞങ്ങൾ പൊരുത്തപ്പെട്ടുകൊണ്ടാണ്. ഞങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാതിരിക്കണമെന്നുണ്ട്, ചില കാര്യങ്ങളും നമുക്ക് പക്ഷെ പറ്റണില്ല. എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ വേറെ ആരും ഇല്ലാത്തതിൻ്റെ ഒരു ഇത് തന്നെയാണ്. അപ്പം ഞങ്ങൾ പിന്നെ ചിലവർ മെസ്സേജൊക്കെ അയച്ചു, ഗൾഫിലും അമേരിക്കയിലൊക്കെ ഉള്ളവർ ഇങ്ങനെ കമൻറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒറ്റയ്ക്കാണ് ഇതേപോലെ പ്രസവം കഴിഞ്ഞപ്പോൾ ആരും ഇല്ല, ഞങ്ങളും ഞങ്ങളുടെ കാര്യങ്ങൾ ഒറ്റയ്ക്കാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ പേര്. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ പൊരുത്തപ്പെടുകയാണ് അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെയും പല കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ നമുക്കൊരു കാര്യം ചെയ്തു. ഇന്ന് ഹർത്താലല്ലേ, ഇന്ന് ഞങ്ങളുടെ ഫാമിലി മാറ്ററിനെ കുറിച്ചൊരു വീഡിയോ കേട്ടോ. എന്തായാലും ഇന്ന് നമ്മൾ ഫ്രീ അല്ലേ, ഞാനിന്ന് എങ്ങോട്ടും പുറത്തേക്ക് പോകണില്ല. ദൃശ്യപ്പെടുന്നുണ്ട്, എണ്ണിയുണ്ട്. നമുക്ക് നമ്മുടെ ഫാമിലി മാറ്ററെ കുറിച്ച് പറഞ്ഞാലോ. നമ്മൾ കുറേ ദിവസമായി പറയണം വെച്ചിട്ട് നമുക്ക് നിങ്ങൾ ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ എന്നൊക്കെ ചോദിച്ചില്ലേ. ഞങ്ങൾ അതിനെ കുറിച്ചിട്ട് അടുത്ത വീഡിയോയിൽ പറയണ്ടേ, അത് നിങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളൊരു കമൻറ്റ് അറിയിക്കട്ടോ. അപ്പോൾ എത്ര പേരത് പറയുമെന്ന് നോക്കിയിട്ട് ഞങ്ങളത് പറയുള്ളൂ. ഇന്നൊരു ഫ്രീ ടൈം ആണെന്ന് തോന്നിയിട്ട് അതുകൊണ്ടാണ്. കുറേ നാളെ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞ് പറ്റിക്കല്ല, ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് പേർക്കെങ്കിലും പരിചയം വേണമല്ലോ. അല്ലാതെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങളെ ആർക്കും അറിയില്ല. ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഞങ്ങളായിട്ടുള്ളൊരു സൗഹൃദം ഉണ്ടെന്നറിയാം. പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കണം എന്നുള്ളതല്ല. നിങ്ങൾ ലൈക്കൊന്നും നമുക്ക് വേണ്ട. നിങ്ങൾ നമ്മുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ നിങ്ങളിപ്പോൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ കമൻറ്റ് നമ്മൾ വായിക്കുന്നുണ്ട്. റീപ്ലൈ തരാത്തതിൻ്റെ കാരണം നമ്മൾ ഈ വായിക്കണത് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വേറെ പരിപാടികൾ വരുമ്പോൾ ഇങ്ങനെ കമൻറ്റ് ജസ്റ്റ് വായിച്ചു പോകുന്നതാണ്. റീപ്ലൈ നമുക്ക് തരാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മൾക്ക് ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ വേറെ പരിപാടികളുണ്ടാവും. അപ്പോൾ ഫുള്ളായിട്ട് കമൻറ്റ് തന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ സ്ഥിരമായിട്ടിരുന്ന് വായിക്കണില്ല. വല്ലപ്പോഴും ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ദൃശ്യയുടെ ഫോണിൽ ചിലപ്പോൾ ദൃശ്യമാവും നോക്കണ്ടാവുക, ചിലപ്പോൾ ജിയമോളാവും കമൻറ്റ് നോക്കണ്ടാവും. വായിക്കറിഞ്ഞിട്ടല്ല, വെറുതെ നോക്കും. ഫോണൊക്കെ യൂസ് ചെയ്യാൻ അവൾക്ക് അറിയാൻ തീയതി. അപ്പം അങ്ങനെ ഒരു കാര്യങ്ങളും കൂടി ഉണ്ട്. അതെ, കംപ്ലൈൻ്റ് അല്ല, ദിയ കംപ്ലൈൻ്റ് അടിക്കാറുണ്ട് കേട്ടോ. കമൻറ്റ് കേട്ടാ, ദിയ കമൻറ്റ് അടിക്കാറുണ്ട്. ദിയ കമൻറ്റ് അടിക്കുന്ന ആറ് ഫോണെന്നാ. അപ്പോൾ ദിയ കമൻറ്റ് അടിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോകളൊക്കെ ദൃശ്യയുടെ ഫോൺ എടുത്തിട്ട് ദിയ അതിന് കമൻറ്റ് അടിക്കാറുണ്ട്. ഈ കമൻറ്റ് കണ്ടിട്ടും ചിലർക്ക് ഇഷ്ടമായിട്ടില്ല. സ്വന്തം ഫോണെന്നൊക്കെ കമൻറ്റ് അടിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും വിഷയമില്ല, നമ്മളൊന്നും മൈൻഡ് ചെയ്യണില്ല. എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടല്ലോ, അതന്നെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ഞങ്ങൾ ഇന്നലെ നമ്മളൊരു വീഡിയോ പ്രതീക്ഷിക്കാതെ നന്നായിട്ട് കുറേ പേര് കണ്ടു. എന്തിട്ടാണ് നമ്മൾ ചപ്പാത്തി കട്ട് ചെയ്തിട്ട് ചായയുടെ സ്പെഷ്യൽ ഇട്ടത്, അത് എല്ലാവരും നന്നായി കഴിക്കാൻ തോന്നുന്നുണ്ടാ. അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ കഴിക്കാം നമുക്ക്. ചപ്പാത്തി ഉണ്ടല്ലോ അവിടെ, മാവ് ഉണ്ടല്ലോ, അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാം. എന്നാലും പിന്നെ നമ്മൾ റെഡിമെയ്ഡ് ചപ്പാത്തി ആയിട്ട് മേടിച്ചിട്ട് തോന്നുന്നു, അതാണ് കട്ട് ചെയ്തിട്ടാക്കിയത്. ചപ്പാത്തി നമ്മളെ മാവ് ആദ്യം ആക്കുക, എന്നിട്ട് ഇങ്ങനെ നടിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസ് മുറിക്കുക, എന്നിട്ട് അരിച്ചിടുക. അങ്ങനെ ചെയ്താൽ മതി. വർക്ക് എടുക്കുക, അപ്പൊ അത് വരും. നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതെ, അങ്ങനെ ചെയ്താൽ മതി. ഞങ്ങൾ ഇന്നലെ മൊബൈലിൽ കണ്ടപ്പോഴാണ് അത് തോന്നിയത്. ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ റീൽസ് ഇരുന്ന് കണ്ടപ്പോൾ അതിൽ കണ്ടതാണ് ഈ ചപ്പാത്തി കട്ട് ചെയ്തിട്ട്. അച്ഛനോട് സ്കൂളിലേക്ക് പോയേക്കായിരുന്നു, അപ്പോഴാണ് കണ്ടത്. അപ്പോഴാണ് അതങ്ങനെ വൈകിട്ട് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, തമാശ പറഞ്ഞല്ല, നല്ല എയിമുണ്ടായിരുന്നു ആ ഒരു റെസിപ്പി. അതെയാ. അപ്പോൾ ഓക്കെ, നമ്മളെന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മുടെ ലൈഫ് മാറ്റർ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ കമൻറ്റ് അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായം ഭൂരിപക്ഷം നോക്കിയിട്ട് ഞങ്ങൾ ആ വീഡിയോ ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.